നിർത്തണോ? ഒരു ലിഫ്റ്റ്. എവനൊന്നും ഒരു വെളിവില്ലാതാണോ വണ്ടി ഓടിക്കുന്നത്? റോഡാണെന്ന ബോധം എവനില്ല. ചാകാനാണെങ്കിൽ വീട്ടിൽ കിടന്ന് ചത്തൂടെ? നീയാണോ? എടാ മണികണ്ട, എന്തിനാ കരയുന്നത്? വണ്ടി മുട്ടിയില്ലല്ലോ. എനിക്ക് തെറ്റുപറ്റിയടാ. തെറ്റിയിരിക്കാണെന്ന് എനിക്ക് കണ്ടപ്പോഴേ തോന്നി. എനിക്ക് മാപ്പ് പറയണം. വേണ്ട, എന്നോട് മാപ്പൊന്നും പറയണ്ട. നിന്നോടല്ലടാ വേണ്ട. എനിക്ക് കുറുപ്പുമാട്ടെ കണ്ട് മാപ്പ് പറയണം. അലവലാതി ചെറുക്കും കാരണം ഞങ്ങളുടെ സൗകര്യം നഷ്ടപ്പെട്ടടാ. എനിക്ക് വെറും കുറുപ്പുമാട്ട് രാജിവെക്കാൻ സമ്മതിക്കില്ലടാ. എനിക്ക് രാജിവെക്കണം. സത്യമാണോ? സത്യം. എന്നാ വണ്ടി കയറ്. ചേട്ടനെ പോലെ ഡീസന്റ് പാർട്ടിയെ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. മാഷ് സ്കൂളിലേക്ക് തിരിച്ചോന്ന് ചോദിക്കട്ടെ. മാഷകത്തുണ്ടോ? അച്ഛൻ സ്കൂളിൽ പോയി. എന്ത്? പിഷാരടി മാഷിന് നിന്റെ അച്ഛനെ ഒന്ന് കാണണമെന്ന്. നീ എന്തിനാ അയാളെ കെട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത്? നമ്മൾ അയാളെ വീട്ടിൽ പോയി ബഹളം ഉണ്ടാക്കിയ ഒരു അച്ഛൻ അറിഞ്ഞാൽ ഇവിടെ കിടത്തി പൊറപ്പിക്കൂല. അതിനല്ല, അയാൾക്ക് മാപ്പ് പറയണമെന്ന്. മാപ്പോ? എന്റെ മഹത്വം മൂപ്പർക്ക് വളരെ വൈകിയാണ് മനസ്സിലായതെന്ന്. എന്താ? അത് മാത്രമല്ല, കൃഷ്ണൻകുട്ടിയുടെ വാക്ക് കേട്ടത് തെറ്റായി പോയെന്ന് പറഞ്ഞ് ഭയങ്കര സെന്റിമെന്റ്സ്. ജോലി രാജിവെക്കുകയോ ലീവ് എടുക്കുകയോ എന്ത് വേണോ ചെയ്യാമെന്ന്. നീ വണ്ടി എടുക്ക്. പിടിച്ചിരുന്നോ? ഞാൻ സ്പീഡ് വിടും. വേഗം മാഷിന്റെ അടുത്ത് നിന്ന് വിവരം പറ. ഈ പാവം പൊയ്ക്കോട്ടെ. രാജിവെക്കണതിനെ കുറിച്ച് മാഷ് ഒന്നുകൂടെ ആലോചിക്കും. അച്ഛൻ രാജിവെക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ നിന്റെ തള്ള രാജിവെക്കൂ. രണ്ടാളും രാജിവെക്കണ്ട. പിഷാരടി മാഷ് വന്നിട്ടുണ്ട് അച്ഛനെ കണ്ട് മാപ്പ് പറയാൻ. ഇപ്പൊ എന്തായി? എന്നിട്ട് അയാളെവിടെ? പുറത്ത് ഓട്ടോയിലിരിക്കുക. കുടിക്കുന്നുള്ളൂ. ആള് സാധുവാ. അത്രേ ഉള്ളൂ. മാഷേ, ദേ അച്ഛൻ വിളിക്കുന്നു. മാഷേ, പിഷാരടി മാഷേ, ദേ അച്ഛൻ മാഷേ. അയ്യോ മണിയണ്ട, മണിയണ്ട. മാഷേ, മണിയണ്ട, മറിക്കേ. മാഷേ, മാഷേ, എന്ത് പറ്റി? പഠിച്ചോനെ മയ്യത്തായിന്നാ തോന്നുന്നത്. അയ്യോ, എന്ത് കൊടുത്താടാ നിങ്ങൾ ഇയാളെ കൊന്നത്? ഞങ്ങളൊന്നും കൊടുത്തില്ല. അയ്യോ, ഞങ്ങളൊന്നും കൊടുത്തില്ല. സത്യമായിട്ടും. ഇതെന്താണ്? ഇത് ടിക്-20. എന്റെ ഈശ്വര, ടിക്-20 കളിക്ക് കൊടുത്തോടാ ദ്രോഹികളെ. അയ്യോ, ഇതെന്റെ വണ്ടിയില് മോട്ടോക്ക് അടിക്കാൻ വേണ്ടി വച്ചിരുന്നതാ. ഇനി ദാഹിച്ചപ്പോഴാണ് എടുത്ത് കുടിച്ചു കാണോ? ദാഹിക്കുമ്പോ ടിക്-20 ആണ് എടുത്ത് കുടിക്കേണ്ടത്. പിന്നെ എന്തിനാ ഇത് കുടിച്ച്? എല്ലാരും കൊന്നിട്ടിരിക്കണ. ഞങ്ങൾ നിരപരാധികളാണ്. അയ്യോ, അയ്യോ, കൊന്നു. താൻ ആ മലപ്പുറം സുലൈമാൻ കേസിലെ പ്രതിയല്ലേ? അല്ല, ഞാൻ ഈ സ്കൂളിലെ പ്രതിയാ. അല്ല, ഞാൻ ഇവിടുത്തെ പ്യൂണാണ് സാർ. പിന്നെന്തിനാ എന്നെ കണ്ടപ്പോ താൻ മുഖം തിരിച്ച് നടന്നു കളഞ്ഞത്? മുഖം തിരിച്ചാല് ഞാൻ തന്നെ ഒന്നായിട്ട് തരാം. ഞാൻ ലേശം ചായ വാങ്ങാൻ പോവായിരുന്നു. തന്റെ പേരെന്താ? അന്ത്രു. താനാണ് ഈ ടിക്-20 അല്ലേ? അത് വെറുതെ കുരുത്തം കേട്ട കുട്ടികളെ കളിയാക്കാൻ വിളിക്കുന്നതാണ്. അല്ലാതെ പിഷാരടി മാഷിനെ കൊല ചെയ്തത് താനല്ലേ? പടച്ചോനെ, നമ്മള് മലക്കുകളും കൂടി അറിയാത്ത കാര്യമാണല്ലേ. ടിക്-20 ആണ് പിഷാരടി മാഷിനെ കുടിപ്പിച്ചെന്നാണല്ലോ ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട്. അത് നമ്മൾ ഉദ്ദേശിച്ചല്ല. അവന്മാര് കലക്കി കൊടുത്ത ശരിക്കുള്ള മരുന്നിന്റെ പേരാണ്. ഏവന്മാര്? നമ്മൾ മാധവൻകുട്ടി മണിയണ്ടനും. ഓഹോ, ഹെഡ് മാഷകത്തുണ്ടോ? ഇല്ല, വക്കീലിനെ കാണാൻ വേണ്ടി പോയിരിക്ക. വക്കീലിനെ കാണാനോ? അതെ, കുറുപ്പ് മാസം 1-ാം കെട്ടിലെ മോനാണല്ലോ മാധവൻകുട്ടി. മുൻകൂർ ജാമ്യം എടുക്കാനായിരിക്കും. കുറുപ്പ് മാസ്റ്ററുടെ വീട് എവിടെയാ? നമ്മൾ ആസ്പത്രിന്റെ ഇടത്തെ റോഡിലൂടെ ഇറങ്ങി വലത്തോട് തിരിഞ്ഞാൽ 1, 2, 3 5-ാമത്തെ വീടാ. താമ്പയ്ക്കോ? അത കഴിച്ചില്ലായി. പിഷാരടി മാസ്റ്ററുടെ കൊണ്ടുവന്നതാരാ? മണികണ്ഠൻ.
മണികണ്ഠനോ? മാധവൻകുട്ടി ഉണ്ടായിരുന്നു. ഓ, അമ്മ പറയണത് മോനൊന്ന് കേക്ക്. രണ്ടാളും തൽക്കാലം എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കും. ഞങ്ങൾ എന്തിനാ മാറുന്നത്? ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഈശ്വരൻ അറിയാം. പക്ഷെ അന്വേഷിച്ചു വരുന്ന ഈശ്വരനല്ലല്ലോ. നീ മിണ്ടിപ്പോരുത്. ഈ പൊല്ലാപ്പനൊക്കെ കാരണം നീ ഒറ്റ ഒരുത്തനാ. മാധവൻകുട്ടി, ആപത്തിപ്പെടുമ്പോ തള്ളി പറയുന്ന ഒരു നല്ല ഫ്രണ്ടിന്റെ ലക്ഷണമല്ല. ഒക്കെ നിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്താണെന്ന് നോക്കണം. ഇങ്ങനെയൊക്കെ വരുമെന്ന് ആരെങ്കിലും കരുതിയോ? എന്റെ കഷ്ടകാലത്തിനാണ് അയാളെ പിടിച്ച് വണ്ടി കയറ്റാൻ തോന്നിയത്. ഇനി ഒട്ടും വൈകിക്കണ്ട, വേഗം പൊയ്ക്കോ. എന്റെ മുമ്പിൽ വെച്ച് നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് അമ്മ പിന്നെ ജീവിച്ചിരിക്കില്ല. മാധവൻകുട്ടി, നീ വാ. എങ്ങോട്ട്? അതൊക്കെ പിന്നെ തീരുമാനിക്കാം. ഈ അവസ്ഥയിൽ അമ്മ എങ്ങനെയിട്ട് വിഷമിപ്പിക്കുന്നത് ശരിയല്ല. വാ. പൊയ്ക്കോ, പോ. അയ്യോ, അങ്ങോട്ട് പോണ്ട. അത് മെയിൻ റോഡ്. മാധവൻകുട്ടി എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? അറിയില്ല. എന്റെ മോനൊരു പാവമാ. അവൻ ആരെയും കൊന്നിട്ടില്ല. അതൊക്കെ കോടതിയിൽ പറഞ്ഞാൽ മതി. ആളിവിടെ ഉണ്ടാന്നാ ചോദിച്ചത്. ഇല്ല. സോറി, ഞങ്ങൾക്ക് ഈ വീടൊന്ന് പരിശോധിക്കണം. ഇതെങ്ങോട്ടുള്ള വഴിയാ? അമ്പലത്തിലേക്ക്. ഒത്തിരി ദൂരം ഉണ്ടോ? കുറച്ച് പോണം. ഷോർട്ട് കട്ട് ഒന്നും ഇല്ലേ? ഉണ്ട്, പക്ഷെ കുറച്ച് ചുറ്റി പോണം. അതെന്താ ഈ ഏരിയയിൽ ഇങ്ങനെ? നീ ഒന്ന് ചുമ്മാ ഇരടെ. തമാശ പറയാനുള്ള സമയമല്ല ഇത്. നടക്കാം. നമ്മൾ ഓടിയത് മോശമായി പോയല്ലേ? ഏയ്, നന്നായിട്ട് ഓടിയില്ലേ? അതല്ലേ, പോലീസിനെ കണ്ടപ്പോ നമ്മൾ തിരിഞ്ഞോടിയത് ശരിയായില്ല. നേരെ എന്ന് സത്യം തുറന്നു പറയായിരുന്നു. എങ്കിൽ അഴിയണ്ണി കിടക്കാമായിരുന്നു. സത്യം പറഞ്ഞാലാ? പിന്നല്ലാതെ സത്യം ഒന്ന് കേൾക്കുന്നത് പോലീസിന് ഇപ്പൊ അലർജിയാ. ഇതുവഴിയുള്ള നടപ്പത്ര പന്തിയല്ല. അമ്പലത്തിനകത്ത് ആരെങ്കിലും കാണുമോ? ഈശ്വരൻ കാണും. എന്നാ വാ, സത്യം നോക്ക് പുള്ളിക്കാരനോട് തുറന്നു പറയാം. എവിടെ പോയി വിളിച്ചാലും എന്റെ കയ്യിൽ നിന്ന് അവൻ രക്ഷപ്പെടുന്നു കരുതണ്ട. എന്താ വലിയേട്ടാ ഇതൊക്കെ? നിനക്ക് തോന്നുന്നുണ്ടോ എനിക്കൊരാളെ കൊല്ലാൻ പറ്റുമെന്ന്? എന്നിട്ട് ഇപ്പോഴെങ്ങോട്ടാ? എങ്ങോട്ടെങ്കിലും. എവിടെ പോയി വിളിച്ചാലും കൊച്ചേട്ടൻ കണ്ടുപിടിക്കും. അന്വേഷിക്കാൻ ആളുകളെ കൂട്ടാൻ പോയിരിക്കുക. ചേട്ടന് സംശയം തോന്നിക്കാത്ത ഒരേ ഒരു സ്ഥലേ ഉള്ളൂ. എവിടെ? ഞങ്ങളുടെ വീടിന്റെ മച്ചിന്റെ മേളില്. സൂപ്പർ ഐഡിയ, താങ്ക് യു. അല്ല, ഇതാര്? എന്റെ കാമുകനോ? കാമുകനോ? അതെ, എനിക്കൊരു അബദ്ധം പറ്റിയതാ. എല്ലാം ഞാൻ മച്ചിന്റെ മോളിൽ ഇരുന്ന് വിശദമായിട്ട് പറയാം. ശരി, വരൂ. വരൂ വലിയേട്ടാ.